ജീവിതത്തിൽ സമൂഹത്തിലെ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്ത രണ്ടുപേരാണ് മോശെ ഏലിയാവും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് ശേഷം ക്രിസ്തുവിനോടൊപ്പം പ്രകാശിക്കുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. കൂടാര പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാം ഞായറാഴ്ചയിൽ യേശു തമ്പുരാൻ രണ്ട് മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവാൻ അപ്പൻ പറയുന്നു, ഒരുത്തൻ പോകാമെന്നൊക്കെ വാചകം അടിക്കുന്നുണ്ട്, പക്ഷെ പോകുന്നില്ല. രണ്ടാമത്തവന് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ സങ്കടം കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്, വാക്ക് പറഞ്ഞവനാണോ പ്രവൃത്തി ചെയ്തവനാണോ വലിയവനെന്ന്? യേശു തമ്പുരാൻ പറയുന്നു പ്രവൃത്തി ചെയ്തവൻ തന്നെയാണെന്ന്. പുതിയ കാലഘട്ടത്തിൽ ആത്മീയതയുടെ പേരിലൊക്കെ വല്ലാത്ത തട്ടിപ്പുകളൊക്കെ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത്ഭുത രോഗ സൗഖ്യവും അതുപോലെ തന്നെ സുഭിക്ഷതയുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നേരെ ഇരുട്ടാക്കുന്ന ഒരു വല്ലാത്ത ആത്മീക വ്യാപാരികൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊറോണ എന്ന് പറയുന്ന മഹാമാരി മനുഷ്യന്റെ തെറ്റായ ആത്മീകതയും ജീവിത ശൈലിയെയും മുൻഗണനയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. വാക്കുകൾക്ക് അപ്പുറമായി കർമ്മങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി ക്രിസ്തു ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം വലിയ പ്രളയത്തിനും വലിയ മണ്ണിടിച്ചിലും വിമാന ദുരന്തങ്ങളും കോവിഡ് പോലെയുള്ള മഹാമാരിയും, ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ ഇങ്ങനെയുള്ള മഹാസംഭവങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മളുടെ സമ്പത്തോ നമ്മളുടെ ജീവിത സൗകര്യങ്ങളോ ഒന്നും നമ്മളാക്കുന്നില്ല എന്നുള്ള ഒരു സത്യസന്ധമായ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. ഈ കാലഘട്ടം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ വാക്ക് കേട്ട് നന്മ ചെയ്യണമെന്നുള്ളതാണ്. ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ സഹോദരനെ, നിന്റെ അയൽക്കാരനെ, നിന്റെ ശത്രുവിനെ സ്നേഹിക്കാതെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു വലിയ ഭാവം നമ്മളെ ഉപദ്രവിക്കുന്നവരോട് സന്തോഷത്തോടു കൂടി പെരുമാറുക എന്ന. ഈ ദിവസങ്ങളിലൊക്കെ ഒരു ചെറിയ ഇന്റർവ്യൂ കണ്ടതിൽ എന്നെ ആകർഷിച്ചത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ നിങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചെങ്കിൽ അവരോട് നല്ലത് പ്രവർത്തിക്കുക, കുറെ കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ല അവസരം വരും, അപ്പോഴും അവരോട് നന്നായിട്ട് പ്രവർത്തിക്കുക എന്ന്. തിരുവചനവും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോടും നിങ്ങളെ സ്നേഹിക്കുന്നവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുക. പക്ഷെ പ്രവൃത്തിയില്ലാത്ത ഒരു ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല. ഈ ഓഗസ്റ്റ് മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര നല്ലതല്ലാത്തൊരു മാസവും ഒരു പുതിയ വർഷത്തിന്റെ നല്ല പ്രതീക്ഷയും ഉയരുന്നുണ്ട്. കർക്കിടക മാസമൊക്കെ മുഴുവൻ പഴയ കാലഘട്ടത്തിലൊക്കെ പറയുന്നത് പഞ്ഞക്കർക്കിടകം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ദുരിതങ്ങളാണ്, മഴയൊട്ട് ശമിക്കുന്നില്ല, വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം, ഭക്ഷണത്തിനുള്ള അപര്യാപ്തത, ഇങ്ങനെയൊക്കെ വരുമ്പം ഈ ഓഗസ്റ്റിന്റെ പകുതി വരെ വലിയ ദുഃഖമാണ്. പക്ഷെ അതിന്റെ അപ്പുറം എന്ന് പറയുന്നത് പൊന്നിൻ ചിങ്ങമെന്നാണ് പറയുന്നത്. ഒരു കണക്കിന് ഒരു സ്വർണ്ണ ശോഭയോടുകൂടി ഒരു പുതിയ വർഷം, പുതിയ ചിന്തകൾ, പുതിയ നാമ്പുകൾ എടുക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭക്ഷ്യ സമൃദ്ധിയൊക്കെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിന്റെ ആരംഭമൊക്കെയും ചിങ്ങത്തിലാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഈ 2 മാസത്തിന്റെ ഇടയ്ക്ക് ഒരു കണക്കിന് തോന്നുന്നു ഈ രണ്ട് മക്കളും ഈ 2 മാസം പോലെയാ, കർക്കിടകവും ചിങ്ങവും പോലെയായിട്ട് മാറുകയാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ നന്മ ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ വലിയ പ്രളയവും വലിയ മണ്ണിടിച്ചിലും ഒക്കെ മൂന്നാറിലുണ്ടാകുമ്പോൾ ചെറുപ്പക്കാര് അതിന് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അനേകരെ രക്ഷിക്കുവാൻ വേണ്ടി ചാടിയിറങ്ങുകയാണ്. വീണ്ടും കരിപ്പൂര് വിമാന ദുരന്തം ഉണ്ടാകുമ്പോഴും രക്തം കൊടുക്കുവാനും ആൾക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റുവാനും ഒക്കെ ജാതി മത വർണ്ണ വിചാരങ്ങൾക്കപ്പുറമായി എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഈ തലമുറയെ പറ്റി പ്രതീക്ഷയുണ്ട്. ഇത് നല്ല ഒരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷമായി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും നമ്മുടെ യുവത്വം ഈ ദുരന്തത്തെ അതിജീവിക്കുവാൻ വേണ്ടി ചാടിയിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സ്നേഹത്തോടുകൂടി, കുറച്ചുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കാം. അതല്ലേ യഥാർത്ഥമായ ദൈവ അനുഭവം എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ, കരുണയുടെ ആ വലിയ ദൈവഭാവം നമുക്ക് ഉയർത്താം. മതങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യന്റെ ആ നന്മ ഉയരട്ടെ. അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നതും. ദൈവം അനുഗ്രഹിക്കട്ടെ.